നന്ദു, എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? നമുക്ക് പട്ടിക വേണം, SIR എങ്കിൽ SIRലൂടെ തന്നെ അതുണ്ടാകണം. അത് ഈ സമയത്തു നിന്നും മാറ്റിവെക്കാൻ ഈ കേരളം ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് പോലെ ആവശ്യപ്പെട്ടു. അത് നടക്കുന്നില്ല. അത് ഇതിൻ്റെ ഇടയിൽ തന്നെ നിർബന്ധിച്ച് നടത്തുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തെയാകെ അതീവ സമ്മർദ്ദത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. അതിൻ്റെ ഫലമായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ ജീവനെടുക്കുന്നു, കുഴഞ്ഞു വീഴുന്നു, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവസാനത്തെ ആളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് മാറ്റുന്നു എന്നാണ് കേട്ടത്. ഈ ഒരു രീതിക്കെതിരെയെങ്കിലും പ്രതികരിക്കാൻ, കുറച്ചുകൂടി കാരുണ്യത്തോടു കൂടി ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലയ്ക്ക് BJPക്ക് ആവശ്യപ്പെടാനാവുമോ? എന്താണ് താങ്കൾ പറയുക? അല്ല, താങ്കൾ ഇതിനകത്ത് ഈ SIR എന്ന് പറയുന്ന നടപടിക്രമത്തെ തന്നെയാണ് നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കിതിനകത്ത് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു അജണ്ട പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വളരെ നിഷ്പക്ഷമായി ഇന്ന് കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ജനങ്ങളുടെ മുൻപാകെ അവർ മാധ്യമ പ്രസ്താവനയായി തന്നെ മുൻപോട്ട് വച്ചിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന ജോലിഭാരമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയോ സമ്മർദ്ദമോ അദ്ദേഹത്തിന് തൊഴിലിടത്തിൻ്റേതായിട്ടുള്ള ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പാർട്ട് 18 പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പാർട്ട് 18 BLO ആയിരുന്ന അദ്ദേഹത്തിന് 1065 ഫോമുകളാണ് കൊടുക്കാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വോട്ടർമാരെയാണ് കാണേണ്ടിയിരുന്നത്. അതിൽ 825 പേരും നവംബർ മാസം 16 മുൻപ് തന്നെ അദ്ദേഹം കൊടുത്തു തീർക്കുകയും അതിൽ 240 പേർക്ക് ഫോം അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണത്തിൽ അതിനാകെ അദ്ദേഹത്തിനെ അന്ന് രാവിലെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് സംസാരിക്കുന്ന സമയത്തും അവിടുത്തെ ഉദ്യോഗസ്ഥയോട് പറഞ്ഞത്, എനിക്കിനി ആകെ 30 മുതൽ 50 വരെ ഫോമുകളാണ് ഇനി കൊടുക്കാനുള്ളത്, അത് എന്നെ കൊണ്ട് കൊടുത്തു തീർക്കാൻ സാധിക്കും, എന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമോ, മറ്റാരുടെയെങ്കിലും സഹായം വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ആ ഉദ്യോഗസ്ഥയോട് പറഞ്ഞു എന്നാണ് കളക്ടർ തന്നെ ഈ പ്രസ്താവനയിൽ പരാമർശിക്കുന്നത്. അതുതന്നെയാണ് പല മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുള്ള ഷൈജു എന്നാണ് ഞാൻ ഓർക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് ഷൈജു എന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 30 ഫോം മാത്രമാണ് ഇനി അവന് കൊടുക്കാനുണ്ടായിരുന്നത്, പക്ഷേ ആ കൊടുക്കണം, അതും കൂടി കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിലെ BLOമാരെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് ഒരു 90% പ്രവർത്തനം പൂർത്തിയാക്കി അത് 100%ലേക്ക് കടക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏൽപ്പിച്ച പണികളെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എവിടെയാണ് ഈ തൊഴിലിടത്ത സമ്മർദ്ദം, അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷനുകളുടെയും സമ്മർദ്ദം എവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയൊരു സമ്മർദ്ദമില്ല. ഇതുകൊണ്ട് സമ്മർദ്ദമില്ല. അല്ല, അപ്പോ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതിനിടെ തന്നെ ഇത് തുടരട്ടെ, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതാണോ താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാട്? എനിക്ക് മനസ്സിലാവാത്തൊരു, താങ്കൾ ഈ വാദം ഉന്നയിക്കുമ്പോൾ താങ്കൾക്കും എനിക്കും ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻ പ്രക്രിയയിൽ ഒരിടത്തും പറയുന്ന BLOമാർക്ക് യാതൊരു വിധത്തിലുള്ള റോളുമില്ല. അങ്ങനെ റോളും ഇല്ലാത്തൊരിടത്ത് അദ്ദേഹത്തിനെ അതിലേക്ക് കൊണ്ടുവന്ന് ക്ലബ്ബ് ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് രാഷ്ട്രീയമാണ് താങ്കളുടെ നിലപാടാണത്.